തിയേറ്റർ സമരം പിൻവലിക്കാത്ത സാഹചര്യത്തിൽ കടുത്ത നിലപാടുമായി നിർമ്മാതാക്കൾ 12 മുതൽ മലയാള സിനിമകൾ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും. പൃഥ്വിരാജ് ചിത്രം എസ്ര 19 തിയേറ്ററുകളിലെത്തും. എക്സിബിറ്റേഴ്സ് ഫെഡറേഷന്റേത് അല്ലാത്ത തിയേറ്ററുകളിലാണ് റിലീസ്. വിവരങ്ങളുമായി ഉമേഷ് ചേർന്നുണ്ട്. ഉമേഷ്, ഏറെ നീണ്ട ചർച്ചകൾക്കും ഒരുപക്ഷെ പല രഹസ്യ സ്വഭാവമുള്ള യോഗങ്ങൾക്കും ഒക്കെ ഒടുവിൽ തന്നെയാണ് ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ എങ്ങനെയാണ് പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു നീക്കം? വിവരങ്ങൾ. സൗമ്യ, സിനിമാ തർക്കത്തിനിടയിൽ മലയാള ചിത്രങ്ങൾ എന്ന് തിയേറ്ററുകളിൽ എത്തുമെന്ന ആശങ്കയ്ക്കാണ് ഇപ്പോൾ വിരാമമായിരിക്കുന്നത്. സംസ്ഥാനത്തെ 200-ൽ പരം തിയേറ്ററുകളിൽ ഈ മാസം 12 മുതൽ മുടങ്ങിക്കിടന്ന മലയാള ചിത്രങ്ങൾ റിലീസ് ചെയ്യും. 12-ന് കാമ്പോജി എന്ന ചിത്രമാണ് തിയേറ്ററിലെത്തുക. തുടർന്നുള്ള ഓരോ ആഴ്ചകളിലും മറ്റ് മുടങ്ങിക്കിടന്ന ചിത്രങ്ങളായ മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ, ജോമോന്റെ സുവിശേഷങ്ങൾ, എസ്ര, ഫുക്രി തുടങ്ങിയ ചിത്രങ്ങളെല്ലാം തന്നെ റിലീസ് ചെയ്യും. നിർമ്മാതാക്കളും വിതരണക്കാരും ഒരുമിച്ചെടുത്ത ഒരു തീരുമാനമാണ് ഇത്. എക്സിബിറ്റേഴ്സ് ഫെഡറേഷന്റേതല്ലാത്ത തിയേറ്ററുകളാണ് ഇപ്പോൾ റിലീസ് ചെയ്യുന്നത്. എന്നാൽ എക്സിബിറ്റേഴ്സ് ഫെഡറേഷന് തന്നെ പലരും റിലീസ് ചെയ്യാൻ തയ്യാറാണ് എന്നറിയിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ടെന്ന് നിർമ്മാതാക്കൾ പറയുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ ആ തിയേറ്ററുകൾ കൂടി ഇത് റിലീസ് ചെയ്യും. പ്രത്യേകിച്ച് എ ക്ലാസ് തിയേറ്റർ ഉടമകൾ, ലിബർട്ടി ബഷീർ നേതൃത്വം നൽകുന്ന എ ക്ലാസ് തിയേറ്റർ ഉടമകൾ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിന്ന ഒരു സാഹചര്യത്തിലാണ് നിർമ്മാതാക്കൾ ഇത്തരത്തിലൊരു കടുത്ത നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത്. 12-ാം തീയതി മുതൽ തന്നെ ഇത്തരത്തിൽ 200-ൽ പരം തിയേറ്ററുകളിൽ മലയാള ചിത്രങ്ങൾ റിലീസ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഫെഡറേഷന് കീഴിലുള്ള മറ്റ് തിയേറ്ററുകൾ സന്നദ്ധമായി മുന്നോട്ട് വരികയും ലിബർട്ടി ബഷീറിന്റെ നേതൃത്വം നൽകുന്ന ആ ഒരു വിഭാഗം ദുർബലമാവുകയും ചെയ്യും എന്ന് തന്നെയാണ് നിർമ്മാതാക്കൾ കണക്കാക്കുന്നത്. എന്തായാലും 12-ാം തീയതി മുതൽ മലയാള ചിത്രങ്ങൾ വീണ്ടും തിയേറ്ററുകളിൽ എത്തുകയാണ്. സൗമ്യ, ഈ ഒരു സാഹചര്യത്തിൽ എക്സിബിറ്റേഴ്സ് ഫെഡറേഷന്റെ, പ്രത്യേകിച്ച് ലിബർട്ടി ബഷീർ വിഭാഗത്തിന്റെ ഒരു നിലപാട്, അതിനെക്കുറിച്ച് വല്ലതും അറിയാൻ സാധിക്കുന്നുണ്ടോ? ഇന്നലെയും ഈ ഒരു മീറ്റിംഗിന് ശേഷവും നിലപാടിൽ തുടരുന്നു എന്നൊരു കാര്യമായിരുന്നു അദ്ദേഹം അറിയിച്ചിരുന്നത്. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോ ഉമേഷ്? സൗമ്യ, ലിബർട്ടി ബഷീർ നേതൃത്വം നൽകുന്ന ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷനകത്ത് വലിയ ഭിന്നത ഉടലെടുത്തിരിക്കുകയാണ്. വലിയൊരു വിഭാഗം ഇത്തരത്തിൽ ഈ തർക്കം ഒത്തുതീർന്നാൽ നന്നായിരുന്നു എന്ന് കരുതുന്ന നിരവധി പേരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ 12-ാം തീയതി മുതൽ റിലീസ് ചെയ്യാൻ സന്നദ്ധമായി പല തിയേറ്ററുകളും മുന്നോട്ട് വന്നിരിക്കുന്നത്. എന്ത് തന്നെയായാലും കടുത്ത സമ്മർദ്ദത്തിലായിരിക്കുന്ന ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ ഒരു തീരുമാനം ഉടൻ എടുക്കേണ്ടി വരും. ഈ മാസം 10-ാം തീയതി കൊച്ചിയിൽ ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷന്റെ ഒരു യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ തർക്കം ഇതോടുകൂടി, അതായത് തിയേറ്റർ വിഹിതം വർദ്ധിപ്പിച്ചു നൽകണം എന്നുള്ള ആ ഒരു നിലപാടിൽ വിട്ടുവീഴ്ചയ്ക്കുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും സിനിമ റിലീസ് ചെയ്യാൻ താൽക്കാലികമായി എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ്റേത് ഒഴികെയുള്ള ചില എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ തിയേറ്ററുകൾ ഉൾപ്പെടെ ഉള്ള തിയേറ്ററുകളിൽ സിനിമ റിലീസ് ചെയ്യാനുള്ളൊരു നീക്കമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ചൊവ്വാഴ്ച എക്സിബിറ്റേഴ്സ് ഫെഡറേഷന്റെ മീറ്റിംഗ് കൂടി ചേരുന്നുണ്ട്. രമ്യമായ വിഷയം പരിഹരിക്കപ്പെടാനാകാനുള്ള ഒരു സാധ്യതകളാണ് ഇപ്പോൾ കാണുന്നത്. 16 IPS ഉദ്യോഗസ്ഥർക്ക് സ്ഥലമാറ്റം. വിവരങ്ങളുമായി സിജു ചേരുന്നുണ്ട്. സിജു, എങ്ങനെയാണ് വിവരങ്ങൾ? സൗമ്യ, 2 ദിവസം മുമ്പ് സംസ്ഥാനത്തെ ജില്ലാ പോലീസ് സൂപ്രണ്ടുമാരെ അഴിച്ചുപണി നടത്തിക്കൊണ്ട് സർക്കാർ ഉത്തരവിട്ടിരുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടാണ് അന്ന് സ്ഥാനം മാറ്റിയവരെയാണ് ഇപ്പോൾ പുതിയ സ്ഥലങ്ങളിൽ വിന്യസിച്ചിരിക്കുന്നത്. NIA-യിൽ ഡെപ്യൂട്ടേഷൻ പൂർത്തിയാക്കി വരുന്ന അനൂപ് കുരുവിള ജോണിനെ KPയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായും, നേരത്തെ ആലപ്പുഴ SP ആയിരുന്ന A അക്ബറിനെ ഇപ്പോൾ പോലീസ്, അതായത് SBCID സൂപ്രണ്ടായും, കണ്ണൂർ SP ആയിരുന്ന സഞ്ജയ് കുമാർ ഗുരുദിനെ KP 4-ാം ബറ്റാലിയൻ്റെ കമാൻഡൻ്റായും, രാജ്പാൽ മീണ, നേരത്തെ SBCID സൂപ്രണ്ടായിരുന്ന രാജ്പാൽ മീണ ഇപ്പോൾ റെയിൽവേയുടെ SP ആയും മാറ്റിയിരിക്കുകയാണ്. ഉമാ ബെഹ്റ, അതായത് കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവിയായിരുന്ന ഉമാ ബെഹ്റയെ കോഴിക്കോട് വിജിലൻസിൻ്റെ കോഴിക്കോട് സ്പെഷ്യൽ യൂണിറ്റിൻ്റെ സൂപ്രണ്ടായിട്ട് മാറ്റിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ MSP കമാൻഡൻ്റ് ആയിരുന്ന PA വത്സനെ ഇന്ത്യ റിസർവ് ബറ്റാലിയൻ്റെ കമാൻഡൻ്റായി നിയമിച്ചിരിക്കുന്നു. നേരത്തെ തൃശ്ശൂർ ജില്ലാ പോലീസ് മേധാവിയായിരുന്ന R നിശാന്തിനിയെ തിരുവനന്തപുരത്തെ വിജിലൻസിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റിൻ്റെ സൂപ്രണ്ടായി നിയമിച്ചിരിക്കുകയാണ്. PN ഉണ്ണിരാജ, അതായത് എറണാകുളം ജില്ലാ പോലീസ് മേധാവിയായിരുന്ന PN ഉണ്ണിരാജയെ ഇപ്പോൾ CBCID എറണാകുളം CBCID സൂപ്രണ്ടായിട്ട് മാറ്റിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയായിരുന്ന തോംസൺ ജോസിനെ
വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ എറണാകുളത്ത് സൂപ്രണ്ടായിട്ട് നിയമിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയായിരുന്ന ഡോക്ടർ എ ശ്രീനിവാസിനെ കണ്ണൂർ CBCID കണ്ണൂരിലേക്ക് സൂപ്രണ്ടായി സ്ഥലം മാറ്റിയിരിക്കുന്നു. പിന്നെ മറ്റുള്ള പട്ടിക ഈ പറയുന്നത് പ്രകാരമാണ്. IR ബറ്റാലിയന്റെ കമാൻഡന്റ് ആയിരുന്ന, അതായത് ഇന്ത്യ റിസർവ് ബറ്റാലിയന്റെ കമാൻഡന്റായിരുന്ന ഗോപി PS നെ MSPയുടെ മലബാർ സ്പെഷ്യൽ പോലീസിന്റെ കമാൻഡന്റായി നിയമിച്ചിരിക്കുന്നു. നേരത്തെ വയനാട് ജില്ലാ പോലീസ് മേധാവിയായിരുന്ന K കാർത്തിക്കിനെ ഇപ്പോൾ നിലവിൽ ഇന്റേണൽ സെക്യൂരിറ്റി വിങ്ങിന്റെ SBCID തിരുവനന്തപുരം വിഭാഗത്തിന്റെ സൂപ്രണ്ടായി നിയമിച്ചിരിക്കുന്നു. നേരത്തെ പത്തനംതിട്ട SP ആയിരുന്ന ഹരിശങ്കറിനെ അവിടെ നിന്ന് മാറ്റി നിലവിൽ കോസ്റ്റൽ പോലീസിന്റെ അസിസ്റ്റന്റ് AIG ആയി നിയമിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ജെ ഹിമേന്ദ്രനാഥ്, തൃശൂർ റൂറൽ പോലീസിന്റെ മേധാവിയായിരുന്ന ജെ ഹിമേന്ദ്രനാഥ് IPS നെ നിലവിൽ ICT സൂപ്രണ്ടായി നിയമിച്ചിരിക്കുകയാണ്. ലീവിലായിരുന്ന കിരൺ നാരായണനെ ഇരിഞ്ഞാലക്കുട ASP ആയി നിയമിച്ചിരിക്കുന്നു. പിന്നെ സാം ക്രിസ്റ്റി ഡാനിയൽ, നേരത്തെ IPS കൺഫർ ചെയ്യപ്പെട്ട് കിട്ടിയ സാം ക്രിസ്റ്റി ഡാനിയലിനെ ഇപ്പോൾ സൂപ്രണ്ട്, അതായത് SBCID അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിന്റെ ചുമതലയുള്ള, തിരുവനന്തപുരത്തെ SBCID അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിന്റെ ചുമതലയുള്ള SP ആയി മാറ്റിയിരിക്കുന്നു. നേരത്തെ ഉണ്ടായിരുന്ന, അതോടൊപ്പം തന്നെ ഇതിൽ എടുത്തു പറയത്തക്ക മാറ്റങ്ങൾ എന്ന് പറയുന്നു കഴിഞ്ഞാൽ 6 നിലവിലുണ്ടായിരുന്ന തൃശ്ശൂർ, അതോടൊപ്പം തന്നെ എറണാകുളം, വയനാട്, ആലപ്പുഴ, അതോടൊപ്പം കണ്ണൂർ ജില്ലാ പോലീസ് മേധാവികൾക്ക് പിന്നെ വിജിലൻസും അതോടൊപ്പം തന്നെ CBCIയുടെയും SBCIയുടെയും ഉൾപ്പെടെ ചുമതലകൾ നൽകിയാണ് മാറ്റിയിരിക്കുന്നത്. അനൂപ് കുരുവിള ജോൺ കഴിഞ്ഞ 5 വർഷമായി NIAയിൽ ഡെപ്യൂട്ടേഷനിലായിരുന്നു. ആ ഡെപ്യൂട്ടേഷൻ പൂർത്തിയാക്കി എത്തുന്ന കുരുവിള ജോണിനെയാണ് ഇപ്പോൾ KPIയുടെ അസിസ്റ്റന്റ് ഡയറക്ടറാക്കി മാറ്റിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കണ്ണൂരിൽ SP ആയിരുന്ന കോറി സഞ്ജയ് കുമാർ ഗുരുദിനെയും, ആലപ്പുഴ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയായിരുന്ന അക്ബറിനെയും, കോഴിക്കോട് റൂറൽ പോലീസ് മേധാവിയായിരുന്ന ഉമാ ബെഹ്റയെയും നിലവിൽ മാറ്റിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ നിശാന്തിനി, ഏറെക്കുറെ അന്ന് തന്നെ വിജിലൻസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട വിജിലൻസിന്റെ അന്വേഷണം, അതായത് മാർക്കോ കേസുമായി ബന്ധപ്പെട്ട് നിശാന്തിനിക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നിരുന്നു. നിശാന്തിനിയെ ഇപ്പോൾ നിലവിൽ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റിന്റെ സൂപ്രണ്ടായി തിരുവനന്തപുരത്തേക്ക് മാറ്റം കൊടുത്തിരിക്കുകയാണ്. സൗമ്യ. സിജുവാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. CPIM കേന്ദ്ര കമ്മിറ്റി യോഗം 2ാം ദിവസം തുടരുന്നു. ദേശീയ രാഷ്ട്രീയ സാഹചര്യവും നിയമസഭാ തെരഞ്ഞെടുപ്പും യോഗം പ്രധാനമായും ചർച്ച ചെയ്യുകയാണ്. നേതൃയോഗത്തോടനുബന്ധിച്ച് 1 ലക്ഷം പേർ അണിനിരക്കുന്ന പൊതുസമ്മേളനം വൈകിട്ട് പുത്തരിക്കണ്ടം മൈതാനത്ത് ചേരും. വിവരങ്ങളുമായി ജീവൻ ചേർന്നുണ്ട്. ജീവൻ, വിവരങ്ങൾ. സൗമ്യ, CPMന്റെ 5 ദിവസം നീണ്ടു നിൽക്കുന്ന നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കം കുറിച്ചുകൊണ്ട് ഇന്ന് 3ാം ദിനമാണ്. ആദ്യ ദിനത്തിൽ പൊളിറ്റ് ബ്യൂറോ യോഗത്തിനും 2 ദിനങ്ങളിലെ കേന്ദ്ര കമ്മിറ്റി യോഗവുമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. നാളെയും കേന്ദ്ര കമ്മിറ്റി യോഗം തുടരും. ഏറ്റവും പരമപ്രധാനമായ കാര്യം, ഇത് ചരിത്രത്തിലാദ്യമായിട്ടാണ് CPMന്റെ ഒരു കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് തിരുവനന്തപുരം വേദിയാവുന്നത്. ഇതിനു മുമ്പ് പല ഘട്ടങ്ങളിലായി CPMന്റെ പാർട്ടി കോൺഗ്രസും ഒപ്പം അതോടൊപ്പം തന്നെ പാർട്ടിയുടെ സ്പെഷ്യൽ പ്ലീനവും തിരുവനന്തപുരത്ത് ചേർന്ന ചരിത്രമുണ്ട് എങ്കിൽ പോലും, പക്ഷെ ഒരു ഘട്ടത്തിൽ പോലും CPMന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് ചേർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കേന്ദ്ര കമ്മിറ്റി യോഗത്തോടനുബന്ധിച്ചുള്ള ബഹുജന റാലി ഒരു വലിയ വിജയമാക്കാനുള്ള അന്തിമഘട്ട ഒരുക്കത്തിലാണ് CPMന്റെ തിരുവനന്തപുരത്തെ പ്രവർത്തകർ. 1 ലക്ഷത്തോളം പ്രവർത്തകർ പങ്കെടുക്കുന്ന വലിയ ബഹുജന റാലിയാണ് ഇപ്പോൾ അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് ഞാൻ ഈ കാണുന്ന പുത്തരിക്കണ്ടം മൈതാനത്ത് ചുറ്റും ആയി കാണുന്നത്. ഇവിടെ പ്രവർത്തകർക്ക് ഇരിക്കാനായി ഒരു വലിയ കസേരകളടക്കമുള്ള വലിയ കാര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പരമപ്രധാനമായ മറ്റൊരു കാര്യം എന്നത്, ഇവിടെ CPMന്റെ ഏതാണ്ട് എല്ലാ പ്രമുഖരായ നേതാക്കന്മാരും ഇവിടെ തിരുവനന്തപുരത്ത് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട CPMന്റെ എല്ലാ നേതാക്കന്മാരും എത്തിച്ചേർന്ന ഈ ഒരു ഘട്ടത്തിൽ ഒരു വലിയ ഇതോടനുബന്ധിച്ചുള്ള ഒരു വലിയ ബഹുജന മുന്നേറ്റം, ഈ റാലി അണിനിരക്കുക എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഈ റാലി ഒരു വലിയ ചരിത്ര സംഭവമാക്കാനുള്ള അന്തിമഘട്ട ഒരുക്കത്തിലാണ് CPMന്റെ തിരുവനന്തപുരത്തെ പ്രവർത്തകർ. ഒരു ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ഇവിടെ പ്രകടനം നടക്കുന്നത്. കേന്ദ്രീകരിച്ച ഗതാഗത തടസ്സം ഒഴിവാക്കുന്നതിന് വേണ്ടി കേന്ദ്രീകരിച്ച ഒരു ബഹുജന റാലി ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ തങ്ങളുടെ പ്രവർത്തകരോട് പുത്തരിക്കണ്ടം മൈതാനത്ത് എത്തിച്ചേരുവാനാണ് CPM നൽകിയിരിക്കുന്ന നിർദ്ദേശം. CPMന്റെ കീഴിലുള്ള വിവിധ ഏരിയ കമ്മിറ്റികൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശപ്രകാരം നിലവിലുള്ള പാർട്ടി അംഗത്വത്തിന്
നേതൃത്വത്തിന്റെ മൂന്ന് ഇരട്ടി അംഗങ്ങൾ ഇവിടെ എത്തിച്ചേരണമെന്നാണ് ഇവിടെ അവരോട് പറഞ്ഞിരിക്കുന്നത്. 25,000 പാർട്ടി അംഗങ്ങളാണ് അവർക്ക് ഇവിടെ തിരുവനന്തപുരത്ത് ഉള്ളതെങ്കിൽ പോലും 1 ലക്ഷം ആളുകളെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു വലിയ ബഹുജന മുന്നേറ്റത്തിനാണ് ഇവിടെ CPM നേതൃത്വം നൽകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ റാലി ഒരു വലിയ ബഹുജന മുന്നേറ്റമായി മാറ്റുവാനുള്ള അന്തിമഘട്ട ഒരുക്കത്തിലാണ് CPM പ്രവർത്തകർ. ഇപ്പോഴും CPMന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം ഉച്ചയ്ക്ക് ശേഷം ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. CPMന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം ഹൈസിന്ത് ഹോട്ടലിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ബഹുജന മുന്നേറ്റമാക്കാനുള്ള എല്ലാ അന്തിമഘട്ട ഒരുക്കത്തിലാണ് CPMന്റെ പ്രവർത്തകർ എന്ന് തന്നെ പറയേണ്ടതായി വരും. അതോടൊപ്പം CPMന്റെ കേന്ദ്ര കമ്മിറ്റി യോഗങ്ങൾക്ക് അനുബന്ധമായി ഇപ്പോൾ ഇതിന്റെ ഒരുക്കങ്ങൾ ഏത് തരത്തിൽ നടക്കുന്നു എന്ന് നമുക്കറിയാം. ഇതിന്റെ പ്രധാനപ്പെട്ട CPM നേതാവ് കൂടിയായ CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം വി ശിവൻകുട്ടി ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. സഖാവെ, ഇത് ആദ്യമായിട്ടാണ് CPMന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് ചേരുന്നത്. ഏത് തരത്തിലുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ CPM ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്? എപ്പോഴാണ് ബഹുജന റാലി ഇവിടെ എത്തിച്ചേരുക? ഇവിടെ സൂചിപ്പിച്ചതുപോലെ CPIMന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം ഇവിടെ ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്ത് വെച്ച് ഈ നിലയിൽ യോഗം ചേരുന്നത്. പ്രത്യേകിച്ച് 5 ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അവസരമായതുകൊണ്ട് ഈ യോഗത്തിന് വൻപിച്ച രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യം സംശയമില്ല. രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ തന്നെ അതിനെ വളരെ ഗൗരവത്തോടുകൂടി തന്നെ അതിനെ വീക്ഷിക്കുന്നു. ഇവിടെ ഈ സെൻട്രൽ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് തിരുവനന്തപുരം ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു റാലിയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. പാർട്ടി മെമ്പർമാരും അതുപോലെ അവരുടെ കുടുംബാംഗങ്ങളുമാണ് മുഖ്യമായും റാലിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ അറിയിപ്പ് കൊടുത്തിട്ടുള്ളത്. സാധാരണ വ്യത്യസ്തമായി പൊതുപ്രകടനം ഞങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. പൊതുപ്രകടനം എന്ന് പറഞ്ഞാൽ ഒരു 50,000-ലധികം ഏതാണ്ട് 75,000-ഓളം വരുന്ന ആൾക്കാർ പല ഘട്ടങ്ങളിലായിട്ട് പൊസമ്മേളന നഗറിൽ വന്നു പോകാൻ ഇടയുണ്ട്. അപ്പോൾ അത്രയും പേരെ ഉൾക്കൊള്ളാനുള്ള മൈതാനത്തിനുള്ള ഒരു ശേഷി മൈതാനത്തിലില്ല. പക്ഷേ പാർട്ടി മെമ്പർമാരും അവരുടെ കുടുംബാംഗങ്ങളും യോഗം വിജയിപ്പിക്കുന്നതിന് വേണ്ടി പൂർണ്ണമായിട്ടുണ്ടാവും. അപ്പോൾ ഇവരെല്ലാം ഒരു കേന്ദ്രത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ 5 കേന്ദ്രത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ടോ 10 കേന്ദ്രത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രകടനം നടത്തിയാൽ ഈ തലസ്ഥാന ജില്ലയുടെ തന്നെ, നഗരത്തിന് മാത്രമല്ല ജില്ലയുടെ തന്നെ ഗതാഗത തടസ്സം താറുമാറാകും. അതുകൊണ്ട് ചെറിയ വാഹനങ്ങളും വലിയ വാഹനങ്ങളും ഉപേക്ഷിക്കുകയാണ്. ചെറിയ വാഹനങ്ങളിൽ ഈ പൊതുസമ്മേളനം നടക്കുന്നതിൻ്റെ ഒരു 1/2 കിലോമീറ്റർ ഉള്ളിൽ ചില ഒരു 10 മിനിറ്റ് നടന്നെത്തത്തക്ക രൂപത്തുള്ള സ്ഥലത്ത് വന്ന് ഇറങ്ങിയ ശേഷം അവിടെ നിന്ന് കൊച്ചു പ്രകടനങ്ങളായി ഇവിടെ എത്തിച്ചേരും. പാർട്ടി കേന്ദ്ര കമ്മിറ്റി മെമ്പർമാരാണ് ഈ സ്റ്റേജിൻ്റെ ഏറ്റവും മുന്നിൽ ഇരിക്കുന്നതിന് വേണ്ടി പ്രത്യേക സീറ്റ് ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. പാർട്ടി പോളിറ്റ് ബ്യൂറോ മെമ്പർമാരും മറ്റ് പ്രമുഖ നേതാക്കളും വേദിയിൽ ഉണ്ടാവും. 5:30 യോഗം ആരംഭിക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സൗമ്യ, ഇതാണ് ഞാൻ സൂചിപ്പിച്ചത്. CPMന്റെ നേതാവ് വി ശിവൻകുട്ടി പറഞ്ഞതുപോലെ തന്നെയുള്ള ഇപ്പോൾ ഒരുക്കങ്ങൾ ഇവിടെ ക്രമീകരിച്ചിരിക്കുകയാണ്. ഏതാണ്ട് 1 ലക്ഷം ആളുകളുടെ പ്രകടനമാണ് നേരത്തെ പ്ലാൻ ചെയ്തതെങ്കിൽ പോലും സ്റ്റേജിൻ്റെയൊക്കെ ഒരു പരിമിതി അല്ലെങ്കിൽ വേദിയുടെ ഒരു പരിമിതി ഉള്ളതിനാൽ 75,000 ആളുകളുടെ എങ്കിലും ഒരു പ്രകടനം ഇവിടെ എത്തിച്ചേരുമെന്നാണ് CPIMന്റെ നേതാക്കന്മാർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും പരമപ്രധാനമായ കാര്യം ഗതാഗത തടസ്സം ഒഴിവാക്കുന്നതിന് വേണ്ടി കേന്ദ്രീകരിച്ചൊരു റാലി പൂർണ്ണമായും ഇവിടെ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അതോടൊപ്പം തന്നെ ഏതാണ്ട് ആളുകളെ കൊണ്ടുവരുന്നതിനായി 750-ലേറെ വാഹനങ്ങൾ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നായി ഇതിനോടകം പുറപ്പെട്ട് തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേരുകയാണ്. ആളുകൾ ചെറിയ റാലികളായി ഇവിടെ എത്തിച്ചേരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഈ ഒരു വലിയ റാലിയിൽ ബഹുജനങ്ങളെ അണിനിരത്തുക എന്ന വളരെ ശ്രമകരമായ ദൗത്യമാണ് ഇപ്പോൾ CPM ഏറ്റെടുത്ത് വിജയിപ്പിക്കുവാനായി പോകുന്നത്. റാലി അതിൻ്റെ പരിസമാപ്തിയിലേക്ക് കേന്ദ്ര കമ്മിറ്റി റാലിയുടെ മുന്നൊരുക്കങ്ങൾ ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞു. വേദിയിൽ പ്രധാനപ്പെട്ട CPIM നേതാക്കന്മാർ അതിൻ്റെ അന്തിമഘട്ട ഒരുക്കങ്ങൾ വിലയിരുത്തുന്ന തിരക്കിലാണ്. CPMന്റെ കേന്ദ്ര കമ്മിറ്റി ഇപ്പോഴും തിരുവനന്തപുരത്ത് സ്വകാര്യ ഹോട്ടലിൽ പുരോഗമിക്കുന്നു. ഇന്ന് പ്രധാനമായും കാർഷിക ആഗോളവൽക്കരണ കാലത്ത്
സംസ്ഥാനത്തെ കാർഷിക മേഖലയിൽ ആഗോളവൽക്കരണം ഏത് തരത്തിലുള്ള മാറ്റങ്ങളാണ് വരുത്തിയത്, അതിൽ ആ കാര്യത്തിൽ ഇനി CPIM സ്വീകരിക്കേണ്ട നയവും സമീപനവും എന്തായിരിക്കണം എന്നതാണ് ഇനി പരമപ്രധാനമായി ഇപ്പോൾ CPM ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ 5 സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള മുന്നൊരുക്കങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്തത്. അതോടൊപ്പം സംഘടനാപരമായ കാര്യങ്ങൾ, പ്രത്യേകിച്ച് സംഘടനാപരമായ പൊളിറ്റിക്കൽ അജണ്ടയ്ക്ക് നാളെ സീതാറാം യെച്ചൂരി മറുപടിയും പറയും. വൈകിട്ട് 5:30 പ്രകടനവും ഇവിടെ ബഹുജന റാലി ഇവിടെ എത്തിച്ചേർന്ന് ഇവിടെ പൊതുസമ്മേളനം ആരംഭിക്കാൻ കഴിയുമെന്നാണ് CPIM നേതൃത്വത്തിന്റെ വിശ്വാസം. സൗമ്യ ജീവനാണ് വിവരങ്ങൾ നൽകിയത്. 5 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ബജറ്റ് മാറ്റിവെക്കണമെന്ന പ്രതിപക്ഷ ആവശ്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ചു. 3 ദിവസത്തിനകം മറുപടി നൽകണമെന്ന് നിർദ്ദേശിച്ച് കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറിക്കാണ് നോട്ടീസ് അയച്ചത്. പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ബജറ്റ് നീട്ടിവെക്കണമെന്നാണ് പ്രതിപക്ഷ ആവശ്യം. 5 സംസ്ഥാനങ്ങളിലേക്ക് നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഫെബ്രുവരി 1 നിശ്ചയിച്ച കേന്ദ്ര ബജറ്റ് മാറ്റിവെക്കണമെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. പഞ്ചാബ്, ഗോവ സംസ്ഥാനങ്ങളിൽ ഫെബ്രുവരി 4 തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ 3 ദിവസം മുൻപ് ബജറ്റ് പ്രഖ്യാപനങ്ങൾ വരുന്നത് വോട്ടർമാരെ സ്വാധീനിക്കാൻ ഇടയാക്കുമെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ ബജറ്റ് എന്നത് ഭരണപരമായ വിഷയമായതിനാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഇക്കാര്യത്തിൽ ഏകപക്ഷീയമായ തീരുമാനം എടുക്കാനാകില്ല. അതിനാൽ കേന്ദ്ര സർക്കാരിന്റെ അഭിപ്രായം ആരാഞ്ഞാണ് ക്യാബിനറ്റ് സെക്രട്ടറി പ്രദീപ് കുമാർ സിൻഹയ്ക്ക് കമ്മീഷൻ നോട്ടീസ് അയച്ചത്. 3 ദിവസത്തിനകം മറുപടി വേണമെന്നാണ് നോട്ടീസിലെ ആവശ്യം. കേന്ദ്ര സർക്കാരിന്റെ മറുപടി കൂടി ലഭിച്ചതിന് ശേഷം ഒരാഴ്ചക്കകം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. ബജറ്റ് മാറ്റിവെക്കാൻ കഴിയില്ലെന്ന നിലപാടാണ് കേന്ദ്രത്തിന്റേത്. ഏപ്രിൽ 1 മുതൽ പല പദ്ധതികളും നടപ്പിൽ വരേണ്ടതിനാൽ ബജറ്റ് നീട്ടിവെക്കാനാകില്ലെന്ന് കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി വ്യക്തമാക്കി കഴിഞ്ഞു. 2012 സമാന സാഹചര്യമുണ്ടായപ്പോൾ അന്നത്തെ UPA സർക്കാർ ബജറ്റ് നീട്ടിവെച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. നോട്ട് പിൻവലിക്കലിനെ തുടർന്ന് ബാങ്കുകളിലെത്തിയ അസാധു നോട്ടുകളിൽ കള്ളനോട്ടുകളും SBTയിൽ മാത്രം എത്തിയത് 8,94,000 രൂപയുടെ കള്ളനോട്ടുകൾ. കള്ളനോട്ടുകളൊന്നും മാറി നൽകിയിട്ടില്ലെന്നും പോലീസിൽ പരാതി നൽകുമെന്നും SBT അധികൃതർ അറിയിച്ചു. രാജ്യത്ത് 500 രൂപ, 1000 രൂപ നോട്ടുകൾ അസാധുവാക്കിയ നടപടിയെ തുടർന്ന് സംസ്ഥാനത്ത് ബാങ്കുകൾ മാറ്റിയെടുക്കാനായി നൽകിയ നോട്ടുകളിലാണ് കള്ളനോട്ടുകളും കണ്ടെത്തിയിരിക്കുന്നത്. SBTയുടെ വിവിധ ബ്രാഞ്ചുകളിൽ ലഭിച്ച 500 രൂപ, 1000 രൂപ നോട്ടുകളിൽ 8,94,000 രൂപയുടേത് കള്ളനോട്ടുകളാണ്. നവംബർ മാസം 10 മുതൽ ഡിസംബർ മാസം 28 വരെ ലഭിച്ച നോട്ടുകളുടെ പരിശോധന പൂർത്തിയായപ്പോഴാണ് കള്ളനോട്ട് ബാങ്ക് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇതനുസരിച്ച് നോട്ടുകൾ മാറ്റിയെടുത്തവരുടെയും നിക്ഷേപിച്ചവരുടെയും വിവരങ്ങളും SBT അധികൃതർ ക്രോഡീകരിക്കാനുള്ള നടപടി ആരംഭിച്ചിരിക്കുന്നു. ഡിസംബർ 23, 24 തീയതികളിൽ ലഭിച്ച നോട്ടുകളിലാണ് കള്ളനോട്ടുകളുടെ ആധിപത്യം. വൻതോതിൽ കള്ളനോട്ട് എത്തിയ അക്കൗണ്ട് ഉണ്ടോ എന്നും SBT പരിശോധിക്കുന്നുണ്ട്. അതേസമയം കള്ളനോട്ട് മാറ്റി നൽകിയിട്ടില്ലെന്നും കള്ളനോട്ട് നൽകിയവർക്കെതിരെ പോലീസിൽ പരാതി നൽകുമെന്നും SBT അധികൃതർ അറിയിച്ചു. SBTയുടെ ബാങ്കുകളിൽ ലഭിച്ച ആകെ 12,894 കോടി രൂപയുടെ അസാധു നോട്ടുകളിൽ ആണ് കള്ളനോട്ട് കണ്ടെത്തിയിട്ടുള്ളത്. മറ്റ് പല ബാങ്കുകളിലും ഇത്തരത്തിൽ വലിയ രീതിയിൽ കള്ളനോട്ടുകൾ ലഭിച്ചിട്ടുണ്ടാകുമെന്നും SBT അധികാരികൾ ചൂണ്ടിക്കാട്ടുന്നു. നോട്ടുകളുടെ സീരിയൽ നമ്പരും അത് മാറ്റിയെടുത്തവരുടെയും വിശദാംശങ്ങളും ബാങ്കുകളിലുള്ളതിനാൽ കള്ളനോട്ട് നൽകിയവരെ കണ്ടെത്തുന്നത് പ്രയാസകരമല്ല. ഇത്തരക്കാരുടെ പേരുകൾ ക്രോഡീകരിച്ച് പോലീസിൽ പരാതി നൽകുമ്പോൾ കള്ളനോട്ട് നൽകിയവർ കുടുങ്ങുമെന്നതിൽ തർക്കമില്ല. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പ്രധാനമന്ത്രി ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുന്നുവെന്ന വിമർശനത്തെ മറികടക്കാൻ കേന്ദ്ര നയങ്ങളെ പിന്തുണച്ച BJP ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ പ്രമേയം. നോട്ട് നിരോധനം ഉൾപ്പെടെയുള്ള സാമ്പത്തിക പരിഷ്കരണ നയങ്ങളെ പിന്തുണയ്ക്കുന്ന സാമ്പത്തിക പ്രമേയം നിർവാഹക സമിതി അംഗീകരിച്ചു. അതേസമയം നിർവാഹക സമിതി യോഗത്തിന്റെ 2ാം ദിനമായ ഇന്ന് വൈകുന്നേരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കും. നോട്ട് അസാധുവാക്കിയ നടപടി മോഡിയുടെ ഏകപക്ഷീയമായ തീരുമാനമായിരുന്നു എന്ന വിമർശനം മറികടക്കാനാണ് തീരുമാനത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന പ്രമേയം നിർവാഹക സമിതി യോഗത്തിൽ പാസാക്കിയത്. കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി അവതരിപ്പിച്ച സാമ്പത്തിക പ്രമേയം പ്രധാനമന്ത്രിയെ അഭിനന്ദിക്കുന്നതോടൊപ്പം നോട്ട് നിരോധനം കൊണ്ടുണ്ടായ നേട്ടങ്ങളും വിശദീകരിക്കുന്നു. BJP ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വരുമാന നഷ്ടമുണ്ടായത് ഭരണപരമായ പരാജയം കൊണ്ടാണെന്നും പ്രമേയം ചൂണ്ടിക്കാട്ടുന്നു. Not really exactly, but paraphrase what the finance minister said. अच्छा शासन चला करके revenue increase कर सकते. അതിർത്തി കടന്ന് സൈന്യം നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് പ്രധാനമന്ത്രിയുടെ തൊപ്പിയിലെ പൊൻതൂവലാണെന്ന് നിർവാഹക സമിതി യോഗം അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയത്തിൽ എടുത്തു പറയുന്നുണ്ട്. നോട്ട് നിരോധനവും അതിർത്തിക്കപ്പുറത്തെ മിന്നലാക്രമണവും 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ മുഖ്യ പ്രചരണ വിഷയമാക്കാനുള്ള ഒരുക്കത്തിലാണ് BJP. ഇക്കാര്യത്തിൽ ഊന്നൽ നൽകിക്കൊണ്ടായിരിക്കും പ്രധാനമന്ത്രിയുടെ പ്രസംഗം.
നോട്ട് നിരോധനത്തിനെതിരെ പാർട്ടിയിൽ നിന്നു തന്നെ ഇനിയും എതിർസ്വരങ്ങൾ ഉയരാനുള്ള സാധ്യത BJP മുന്നിൽ കാണുന്നു. ഇത് തടയാനും നോട്ട് നിരോധനത്തിന് അനുകൂലമായി പ്രവർത്തകരെ കൊണ്ട് പ്രചരണം നടത്താനുമാണ് BJP ലക്ഷ്യമിടുന്നത്. ദില്ലിയിൽ നിന്നും ക്യാമറാമാൻ ഗോപി കടവള്ളൂരിനൊപ്പം M. സന്തോഷ്. PC ജോർജിന്റെ പുതിയ പാർട്ടി ജനുവരി 30-ന് പ്രഖ്യാപിക്കും. കേരള ജനപക്ഷം എന്നാകും പാർട്ടിയുടെ പേര്. 5-6 തീയതികളിൽ കോട്ടയം ഭരണങ്ങാനം ഓശാന മൗണ്ടിൽ പാർട്ടിയെ സംബന്ധിച്ച ആലോചനാ യോഗം ചേർന്നു. ജനുവരി 17-ന് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം ഉപരോധിച്ച് പാർട്ടിയുടെ ആദ്യ പ്രക്ഷോഭം സംഘടിപ്പിക്കും. കേരള ജനപക്ഷം എന്നതായിരിക്കും പുതിയ പാർട്ടിയുടെ പേര്. ചുമപ്പും മഞ്ഞയും നിറങ്ങൾ ചേർന്നതാണ് പാർട്ടി പതാക. ഇതിൽ 3-ൽ 2 ഭാഗം ചുമപ്പും 3-ൽ 1 ഭാഗം മഞ്ഞയും എന്നും തീരുമാനിച്ചിട്ടുണ്ട്. 14 ജില്ലകളിലേക്കും കമ്മിറ്റികളുടെ കൺവീനർമാരെയും നിയമിച്ചു. പാർട്ടി രൂപീകരണത്തിന് മുന്നോടിയായുള്ള ആദ്യ പഠന ക്യാമ്പ് കോട്ടയം ഭരണങ്ങാനം ഓശാന മൗണ്ടിൽ നടന്നു. ജനുവരി 5-6 തീയതികളിൽ നടന്ന ക്യാമ്പിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 75ഓളം പേർ പങ്കെടുത്തു. അഡ്വക്കേറ്റ് ജയശങ്കർ ക്ലാസ് എടുത്തു. കേജ്രിവാളിന്റെ മാതൃകയിൽ ഒരു പ്രാദേശിക പാർട്ടി രൂപീകരിക്കുകയാണ് PC ജോർജിന്റെ ലക്ഷ്യം. രൂപീകരണ സമ്മേളനം ജനുവരി 30-ന് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനത്തിൽ നടക്കും. അണ്ണാ ഹസാരെ ഈ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കാനും PC ജോർജ് ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ഒരു വലിയ ബഹുജന പ്രക്ഷോഭത്തോടെ പുതിയ പാർട്ടിയെ ജനശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് നീക്കം. ഇതിന്റെ ഭാഗമായി ജനുവരി 17-ന് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ ഉപരോധിക്കും. 5000 പേരെ ഇതിൽ പങ്കെടുപ്പിക്കും. നോട്ട് നിരോധനം സൃഷ്ടിച്ച ദുരിതം ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാരിനെതിരെയാണ് ആദ്യ പ്രക്ഷോഭം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വിവാദ പരാമർശവുമായി വീണ്ടും BJP MP സാക്ഷി മഹാരാജ്. ജനസംഖ്യാ വർധനവിന് കാരണം മുസ്ലിങ്ങളാണെന്നതാണ് സാക്ഷി മഹാരാജിന്റെ പുതിയ വിവാദ പ്രസ്താവന. 4 ഭാര്യമാരും 40 കുട്ടികളും അനുവദിക്കപ്പെട്ടവരാണ് ജനസംഖ്യാ വർധനവിന് കാരണമെന്നാണ് സാക്ഷി ആരോപിച്ചത്. ഉത്തർപ്രദേശിലെ ഒരു പൊതുചടങ്ങിൽ പങ്കെടുക്കുമ്പോഴായിരുന്നു സാക്ഷി മഹാരാജിന്റെ പ്രസ്താവന. 5 വയസ്സുകാരിയുടെ മൃതദേഹം ചുമന്ന് അച്ഛൻ നടന്നത് 15 കിലോമീറ്റർ. ഒഡീഷയിലെ അങ്കുൾ ജില്ലയിലാണ് നിർധനനായ അച്ഛന് മകളുടെ മൃതദേഹം ചുമലിലെടുക്കേണ്ടി വന്നത്. കടുത്ത പനിയെ തുടർന്ന് മരണപ്പെട്ട 5 വയസ്സുകാരിയായ മകളുടെ മൃതദേഹവും തോളിൽ ചുമന്നു കൊണ്ടുപോകുന്ന ഒരച്ഛന്റെ നിസ്സഹായാവസ്ഥയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത്. ഒഡീഷയിലെ അങ്കുൾ ജില്ലയിൽ ഗഡ്ഡി ദിബാർ എന്നയാൾക്കാണ് മകളുടെ മൃതദേഹം ചുമക്കേണ്ട ദുര്യോഗമുണ്ടായത്. അങ്കുൾ ജില്ലയിലെ പല്ലഹാര കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ അവശനിലയിലെത്തിച്ച മകൾ പിറ്റേ ദിവസം മരണപ്പെടുകയായിരുന്നു. മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നതിന് സംസ്ഥാന സർക്കാരിന്റെ സൗജന്യ സേവനങ്ങളുണ്ടെങ്കിലും ഇതേക്കുറിച്ച് അറിവില്ലാത്ത ദിബാറിന് അധികൃതർ വേണ്ട സൗകര്യങ്ങളും ഒരുക്കിയില്ല. കുട്ടിയുടെ മൃതദേഹം കൊണ്ടുപോകാൻ ആശുപത്രി അധികൃതർ നിർബന്ധിച്ചതോടെ നിർധനനായ അച്ഛൻ മകളുടെ ശവശരീരം ചുമലിൽ ഏറ്റുകയായിരുന്നു. 15 കിലോമീറ്ററോളമാണ് മകളുടെ മൃതദേഹവുമായി ഇയാൾ നടന്നത്. ജനുവരി 4-ന് നടന്ന സംഭവത്തിന്റെ വീഡിയോ വൈറലായതോടെ ആശുപത്രി അധികൃതർക്കെതിരെ നടപടി സ്വീകരിച്ചതായി അങ്കുൾ ജില്ലാ കളക്ടർ അറിയിച്ചു. ഒഡീഷയിൽ ആദ്യമായല്ല ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ധനാമാജി എന്നയാൾ ആശുപത്രിയിൽ നിന്നും ഭാര്യയുടെ മൃതദേഹം കിലോമീറ്ററുകൾ ചുമന്ന സംഭവവും വിവാദമായിരുന്നു. ന്യൂസ് ഡെസ്ക്.